ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് അല്പനേരം ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. മുകളിലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ശൗൽ രാജാവ് മരിച്ച ശേഷം ശൗലിൻ്റെ മകനായ ഈശ്ബോശെത്ത് രാജാവാകാനായിട്ട് മുമ്പിലേക്ക് വരിക. നിയമപ്രകാരം വരുവാണെങ്കിൽ ശൗലിൻ്റെ മകൻ ഈശ്ബോശെത്ത് വേണം ഈ രാജസ്ഥാനം ഏൽക്കാൻ. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, നിനക്ക് രാജസ്ഥാനം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് യഹൂദയിലെ രാജാവായി മാറി. അത് 2 ശമൂവേൽ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. വായിക്കണ്ട, 8 മുതലും 10 ഒക്കെ വാക്യത്തിലുണ്ട്. വായിച്ച് കേൾക്കണമെന്നില്ല. പ്രാർത്ഥനയോടെ ഇരുന്നാൽ അതിനകത്തുള്ള സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെ ദാവീദ് രാജാവായപ്പം ഈ 2 ഗ്രഹങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടക്കുക. രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ആര് രാജാവാകണമെന്നുള്ളൊരു യുദ്ധം അവിടെ നടക്കുക. ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പം മനുഷ്യനും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. സ്തോത്രം. ദൈവമക്കളും പിശാചും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. ദൈവമക്കളും ദൈവാത്മാവും ദുരാത്മാവും തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. കുടുംബങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടെന്ന് ബൈബിളിൽ കാണാം. ഇവിടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്, 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. നിങ്ങൾക്കുള്ള സന്ദേശത്തിലേക്ക് വരാം. സാധാരണ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. ഒരു യുദ്ധം കഴിയുമ്പം ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. തോക്കുന്നയാൾ ശരിക്കും പാപ്പരായി. സ്തോത്രം. ജയിക്കുന്നയാൾ എന്നും ജയിച്ചു തന്നെ നിൽക്കും. ഇന്ത്യ യുദ്ധം ചെയ്തപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായി, ഇന്ത്യക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയുണ്ട്, യുദ്ധം ചെയ്യുമെന്ന് മനസ്സിലായി. ലോകപരമായ കാര്യമാണ് പറയും. എന്നാൽ ഇനി ബൈബിളിലെ യുദ്ധത്തിലോട്ട് വരിക. 2 ഗ്രഹങ്ങൾ തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഒരുവന്റെ ബലം കൂടിക്കൂടിയും ഒരുവന്റെ ബലം ക്ഷയിച്ചും വന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുക, എങ്ങനെ യുദ്ധത്തിൽ ഒരുത്തന്റെ ബലം കൂടിക്കൂടി വരുന്നേ? പറയാം. ബൈബിൾ പഠിക്കുമ്പം ബലം പകരുന്നവൻ ദൈവമാണ്. സ്തോത്രം. ഒരു ജന്മം മുഴുവൻ യുദ്ധം ചെയ്താലും ഒരു ദൈവവൈദ്യന്റെ ബലം കുറയത്തില്ല, അവന്റെ ബലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാനൊരു ദൈവശബ്ദം കേട്ടാണ് ഈ ദൂതെടുത്തിരിക്കുന്നത്. വർഷങ്ങളായി ചില കുടുംബങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ് ഇന്നത്തെ പ്രാർത്ഥനയിൽ അവസാനിക്കണം. ദേശത്ത് നിർത്തത്തില്ലെന്നും പാർപ്പിക്കത്തില്ലെന്നും മുന്നോട്ട് വിടത്തില്ലെന്നും വർഷങ്ങളായി വാദിക്കുന്ന ചില വാദങ്ങളുടെ നടുവിൽ ചിലതൊക്കെ ക്ഷയിക്കുന്ന കാഴ്ച. ഗ്ലോറി. അല്പം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൂതിന്റെ വിവരണങ്ങൾ ലഭിക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എത്ര യുദ്ധം അഴിച്ചു വിട്ടാലും ജയം ഒരാൾക്കേ ഉള്ളൂ,
അത് ദൈവമക്കൾക്ക് തന്നെ ആയിരിക്കും. ഉറപ്പുള്ളവരെ ആമേൻ പറയാവൂ. എത്ര യുദ്ധം ചെയ്താലും ഞങ്ങളുടെ ബലം കുറയത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നിടത്തുനിന്ന് അല്ല ഞങ്ങൾക്ക് ബലം ലഭിക്കുന്നത്. കൊട്ടാരത്തിന് വെളിയിരുന്ന മോർദെഖായി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥിക്കുന്നവനെ ചുമ്മാ ഹാമാൻ എന്ന് തോണ്ടാൻ ചെന്നതാ. അവനോടത്ത് തോണ്ടി എറിഞ്ഞാൽ പോവെന്നാ. JCB കൊണ്ട് ചെന്നിട്ടും പോകുന്നില്ല. തോണ്ടാൻ ചെന്നവനെ തൂക്കിയ ചാവൻ നിർത്തിയത്. ഇവിടെ കിട്ടിയോ? ഞാൻ ദൈവമക്കൾക്ക് ഉറപ്പ് തരിക, ഇവിടെ വ്യാപരിക്കുന്നത് കായിക ബലമല്ല, ഇവിടെ വ്യാപരിക്കുന്ന ആത്മീക ബലമാണ്. നീ എങ്ങാണ് ഒന്ന് ക്ഷീണിച്ചു പോയാൽ, നീ എങ്ങാണ് ഒന്ന് മടുത്തു പോയാൽ, നീ എങ്ങാനും ഒരിക്കൽ യെസബേല് ഒരു എഴുത്തെഴുതി ഫോട്ടോ കോപ്പി ഒട്ടിച്ചു. പോന്ന വഴിക്ക് ഏലിയാവ് ഇങ്ങനെ കണ്ണാടി വെച്ചെന്ന് ഞാനങ്ങ് പറയാം. പിന്നെ എൻ്റെ പറയാൻ വരുന്നത് ഏലിയാവിന് കണ്ണാടി എവിടെയാണെന്ന് ചോദിച്ചു. ഞാനങ്ങ് പറഞ്ഞ കണ്ണാടി വെച്ചതെന്ന് വായിച്ചു. വായിച്ചു പുള്ളി പറഞ്ഞു ഇപ്പം പോവാന്ന് പറഞ്ഞു. ചൂരച്ചെഴുതാണല്ലോ ഉറങ്ങാൻ, ചാകാൻ പോവാ. തമ്പുരാൻ തട്ടി വെച്ച് പറഞ്ഞു എഴുന്നേക്കട, ദൂരയാത്രയുണ്ട്. ആരുടെ മുമ്പിലൂടെ? നിന്നെ വെല്ലുവിളിച്ചവരുടെ മുമ്പിലൂടെ. നിനക്ക് ദൂരയാത്രയുണ്ട്. നിന്റെ മിനിസ്ട്രി തീരുവല്ല. ചില യേഹൂവിനെ അഭിഷേകം ചെയ്യാനുണ്ട്, ചില ഏലീശയെ മനസ്സിലായി വരുന്നുണ്ടോ? അപ്പൊ ഈ വചനം എന്ന് തുടങ്ങുക, നിന്റെ കുടുംബത്തെ മുന്നോട്ട് വിടാത്ത ചില സംഘടിത ശക്തികൾ ഇന്ന് ക്ഷയിക്കുമെന്നാ കർത്താവ്. യുദ്ധം നടന്നോട്ട്, പക്ഷെ ക്ഷയിക്കും. നീ ക്ഷയിക്കത്തില്ല, നിന്റെ ബലം കൂടിക്കൂടി വരും. ചിലരുടെ ജീവിതത്തിൽ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ശത്രുവിൻ്റെ ബലം കൂടിക്കൂടിയും പ്രാർത്ഥിക്കുന്ന പലരും ക്ഷയിച്ചും വരിക. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. എത്ര നാളായി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട്? ക്ഷയിച്ചു വരുവാന്നോ ബലം കൂടിക്കൂടി വരുവാന്നോ? പറയാൻ പറ്റട്ടെ. ഞാൻ ആവേശം കൊള്ളിക്കുന്നൊരു പ്രസംഗം പ്രസംഗിക്കാൻ നിൽക്കുവല്ല, നിന്നോട് ദൂത് പറയാൻ നിൽക്കുക. ഇന്നും നിന്റെ വീടിൻ്റെ ചിത്രം നിന്റെ കൺമുമ്പിൽ വരണം. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്തേ നിനക്കറിയാം, നിന്നോട് വെല്ലുവിളിക്കുന്നൊരു ശക്തിയുണ്ട്, വ്യക്തിയുണ്ട്, കുടുംബമുണ്ട്. ചോദ്യം, ഈ യുദ്ധത്തിനകത്ത് നിന്റെ ബലം കൂടിയോ നിന്റെ ബലം ക്ഷയിച്ചോ? 2 മിനിറ്റ് ചിന്തിച്ചാച്ചുണ്ടാവും. നീ ക്ഷയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥനയുടെ ഷേപ്പ് മാറ്റണം, പ്രാർത്ഥനയുടെ രീതി മാറ്റണം. എന്തിനാണ് ദൈവം തൻ്റെ മക്കൾക്ക് ബലം തരുന്നതെന്നറിയാമോ? ഒരിക്കലും നീ ക്ഷയിക്കരുത്, അതിനാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ ഇന്നെടുക്കണം. നിന്നെ ഇന്നിവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നത് ബൈബിളിലൊരു വാക്യമാണ്, ഞാൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധം നിർത്തൽ ചെയ്യും, വില്ലൊടിച്ചു കുന്തം മുറിച്ച് രഥങ്ങളെ ഞാൻ തീയിലിട്ട് ചുട്ടുകളയും. മോശ പറയുന്ന യുദ്ധം യഹോവയ്ക്കുള്ളത്. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. ഞാൻ വചനത്തെ ഒന്ന് വെളിപ്പെടുത്താൻ പോവുക, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുവാണ്, നീ ബലപ്പെട്ടാൽ നീ ശാസിക്കണ്ട, ഫൽസിക്കണ്ട, ശത്രു ക്ഷയിക്കും. നീ ഒന്നും ചെയ്യണ്ട, ഒരു പ്രവാചകനെയും വരുത്തണ്ട, ആരെ കൊണ്ടും കൈവച്ച് പ്രാർത്ഥിപ്പിക്കണ്ട. നീ ബലപ്പെടണം. ഈ ബലം എവിടുന്ന് കിട്ടണം? ദൈവത്തിൽ നിന്ന് കിട്ടണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഒരിക്കല് ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചപ്പം ഉള്ളിൽ ആരൊക്കെയാ കിടക്കുന്നത്? ആരറിയത്തില്ലയോ? എന്തോ പരിശുദ്ധാത്മാവോ? അതേ ദൂതത്തില് അറിയത്തില്ല, മിണ്ടില്ല. യാക്കോബ്
ചോദിക്കാൻ പോയി, എന്തുവാ ഇതെന്ന്. അപ്പൊ യഹോവ പറഞ്ഞു, പേടിക്കണ്ട, 2 വംശങ്ങൾ നിന്റെ അകത്തുണ്ട്. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. അത് യാക്കോബ് തന്നെ ആയിരിക്കും. ഒരു ആമീൻ പറയണം. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. ചില മൽപിടുത്തത്തിന്റെ അകത്ത് ചിലര് ശക്തിപ്പെടും. അത് പ്രാർത്ഥിക്കുന്നവൻ തന്നെയായിരിക്കും. നിന്നോട് വെല്ലുവിളിക്കുന്നതിന് മുമ്പിൽ ജയമുണ്ട്. അത് നിനക്ക് തന്നെയായിരിക്കും. ആശങ്കയോടല്ല ഈ പ്രയർ, ജയിക്കുമെന്ന ഉറപ്പോടാ. ചൂട ഗഹനമായിട്ട് വരാം. ചോദ്യം, ആരോടും ഇന്ന് കുമ്പസാരിക്കണ്ട. നിന്റെ ലൈഫ് ക്ഷയിച്ചുകൊണ്ടിരിക്കുവാണോ? നിന്റെ ലൈഫ് ബലപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി. മോശയെക്കുറിച്ച് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വായിപ്പിക്കുന്നില്ല, പറയാം. മോശ 120 വയസ്സുണ്ടായിട്ടും അവൻ്റെ കണ്ണ് മങ്ങിയില്ല. അവൻ്റെ ദേഹബലം ക്ഷയിച്ചില്ല. 103 സങ്കീർത്തനം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തട്ടെ. ഒരു ചോദ്യം, ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു ആത്മീക വെളിപ്പാട് കണ്ടുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. ആരെയൊക്കെയോ ക്ഷയിപ്പിച്ച് ഇല്ലായ്മപ്പെടുത്താൻ നോക്കുന്ന ചില യുദ്ധക്കളത്തിനകത്താ ഇന്ന് ദൈവപ്രവൃത്തി. മനസ്സിൽ കൊണ്ട് പറയണം, നിന്റെ വീട് ക്ഷയിക്കത്തില്ല. നിനക്ക് കടമുണ്ട്, പക്ഷെ ഉറപ്പായി ക്ഷയിക്കുകയല്ല. നിനക്ക് രോഗമുണ്ട്, ക്ഷയിക്കുകയല്ല. അതിന്റെ കാരണം നിനക്ക് ബലം പകരുന്നൊരു ദൈവമുണ്ട്. ചില ദിവസത്തിനകത്ത് നീ ഒരു വാർത്ത കേൾക്കും. ആ വാർത്ത നിന്റെ ശത്രു ക്ഷയിക്കുന്നു എന്ന വാർത്തയാ. ഞാൻ തുടക്കത്തിലെ പ്രവചിക്കുക, നിന്റെ കുടുംബത്തെ മുടിക്കുവാൻ കൊടിയ മന്ത്രവാദം ചെയ്തവന്റെ വീടും ക്ഷയിക്കാൻ പോകുന്നു. നിന്നെ അറിഞ്ഞ് പ്രാഗിയവന്റെ വീട്. ഇനി ദൈവമക്കളോട് ചില ആത്മീക മർമ്മങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോവാ. ഈ ഒരു പ്രവാചകനും പ്രവചിക്കാതെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ക്ഷയിക്കുവാണോ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണോ. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യമാണ്, ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കൂടെ വർഷങ്ങളായി യാത്ര ചെയ്യുന്നവരുണ്ട്. ക്ഷയിക്കത്തുമില്ല, ബലപ്പെടുത്തുമില്ല. ഒരു ചെറിയ സഡേഷൻ മൂഡിലൂടെ ഇങ്ങനെ പോകുന്നവർ. പാട്ടിനുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയ്ക്കുണ്ടോ? ഉണ്ട്. മണമുണ്ടോ? ഇല്ല. ഗുണമുണ്ടോ? ഇല്ല. മണവും ഇല്ല, ഗുണവും ഇല്ല. ഇങ്ങനെ പോവുക. പെന്തിക്കോസാന്നോ? ആന്ന്. മിണ്ടുന്നില്ല. പ്രാർത്ഥനയാന്നോ? ആന്ന്. CSI ആന്നോ? ആന്ന്. മർത്തോമായി പെണങ്ങല്ലേ. വേറൊരു ലൈനിൽ കൂടി ഇങ്ങനെ പോവുക. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്നെ ക്ഷയിപ്പിക്കുന്നൊരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ബലം പകരുന്ന വേറൊരു തലമുണ്ട്. ഗ്ലോറി. നിന്റെ കഴിവുകളെ പൂട്ടിക്കെട്ടി വെട്ടിയിട്ട തടി പോലൊരു കട്ടിലെ കടത്താൻ പിശാചി പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നവൻ ബലം പകരുന്നവനാ. ഇന്ന് ചിലരെ ബലപ്പെടുത്തിയാച്ചേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. കുറച്ച് നാൾ മുമ്പേ മർത്തോമായിലെ ഒരു അച്ഛൻ്റെ ഭാര്യ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. ഞാനപ്പം കൊച്ചമ്മയോട് അഭിഷേകം പ്രാപിക്കണമെന്നൊക്കെ പറയാനിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പുള്ളിക്കാരത്തി എന്നോട് ആദ്യം പ്രവചിക്കാൻ തുടങ്ങി. നിങ്ങളാരും മിണ്ടുന്നില്ല. നമ്മൾ കൂടിയ ആൾക്കാരാന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോഴും വല്ല മനസ്സിലായി വരുന്നുണ്ടോ? ഇവിടെ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ ലൈഫ് ക്ഷയിക്കരുത്, നിന്റെ കുടുംബം ക്ഷയിക്കരുത്. ഒരു ആമീൻ പറഞ്ഞാട്ടെ. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ അടിയന്മാരും ജന്മികളും ഉണ്ടായിരുന്നു. ജന്മികളുടെ വീട്ടിൽ അടിയന്മാരെ കയറ്റത്തില്ല. പണ്ടത്തെ കാല
ഇന്ന് ജന്മിയുടെ വീട് ജപ്തിക്കിട്ടേക്കുക. അടിയാനെന്ന് പറഞ്ഞവൻ കൊട്ടാരം വെച്ചോണ്ടിരിക്കുക. വല്ല മനസ്സിലായി വരുന്നുണ്ടോ? വല്ല മനസ്സിലായി വരുന്നുണ്ടോ? ആമീൻ ജീസസ്. അവൻ എൻ്റെ കൂടെ പഠിച്ചവനാ, ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തവനാ. അവൻ ദൈവത്തിന് സ്തോത്രം ഇപ്പം ഒമാനില്ല, ആമീൻ നാളെ അമേരിക്കയില, ലണ്ടനില. നീ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് കറങ്ങുക. ചോദ്യം, നീ ക്ഷയിച്ചോ ബലപ്പെട്ടോന്നാ? ഒരാമീൻ വരുന്നില്ല. ഇന്ന് ചുറ്റുപാടുകളിടത്ത് കണ്ണോടിക്കണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് പറയുന്നു. നിന്റെ ക്ഷയിപ്പിക്കുന്ന സ്പിരിറ്റ് എല്ലാം ഇന്ന് മാറണം. ക്ഷയിക്കേണ്ടത് ശത്രുവാ. നീ ബലപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇനി ദൈവമക്കളോട് ഒരു ആത്മീക ദൂത് പറഞ്ഞേച്ച് ഞാൻ ഈ വാക്യത്തിൻ്റെ ഗൗരവമേറിയ ഭാഗത്തോട്ട് വരാം. ഞാനൊരു കാര്യം, ഒരു പ്രോബ്ലം നമുക്ക് വരുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം പറയാം. ആർക്കും പറഞ്ഞു കൊടുക്കരുത്, ചെയ്തോണം. പ്രോബ്ലം വരുമ്പോഴേ പറഞ്ഞോണം, ഈ പ്രോബ്ലത്തെ ഞാൻ ജയിക്കും. പറയാൻ തന്നെടോ ഉണ്ടോ? ഈ പ്രോബ്ലത്തെ അതെങ്ങനെയാ പറയുക, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ജയിച്ചിരിക്കും. എനിക്കൊരു പ്രോബ്ലം ഉണ്ടായാൽ ഞാൻ ആദ്യം മുറിക്കകത്ത് കയറി വെച്ച് നടന്ന് പറയും, ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കും, ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കും, ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കും. അതെന്റെ വിശ്വാസമാ. പക്ഷെ അങ്ങനെ പറഞ്ഞ മുഴുവൻ വിഷയത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഏത് ആത്മീകനും ഇടയ്ക്കിടയ്ക്ക് ഒരു മടുപ്പ് വരും. വരുത്തില്ലയോ? പറ. അതുപോലെ ചില സമയത്ത് നമുക്ക് തോന്നും ശത്രു പ്രബലനാകുന്നുണ്ടോ. ചില സമയത്ത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ഒരു കാറിൽ നിന്ന് അടുത്ത കാറിലോട്ട് പോയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. കാറ് 10 ദിവസം കഴിഞ്ഞ് വേണേലും വാങ്ങിക്കാം. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അതല്ല ഇവിടെ വിഷയം. ക്ഷീണിക്കരുതാത്തത് ആത്മീക ബലമാണ്. ഞാൻ ഈ ഗൗരവമുള്ള ഭാഗത്തോട്ട് വരിക. ഇനി ശത്രു നമ്മുടെ മേൽ പ്രബലനാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ വന്നാൽ എന്തോ ചെയ്യണമെന്ന് പറയാം. ഈ ബൈബിളിൽ ആസ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. എന്തോ രാജാവിൻ്റെ പേര്? യഹൂദ രാജാവായ ആസ. അത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തോട് ഞാൻ പറയുന്ന വാക്യം വായിച്ചാൽ മതി, നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആസയ്ക്ക് നേരെ ഒരു യുദ്ധം നേരിട്ടു. കൂശ്യരാണ് യുദ്ധം ചെയ്തത്. എന്തുവാ അവരുടെ സൈന്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞാൻ മേളത്തെ വാക്യത്തിലുണ്ട്, അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. യുദ്ധത്തിന് വന്നപ്പം ആസയ്ക്ക് മനസ്സിലായി ശത്രു ഈ യുദ്ധത്തിൽ പ്രബലനാവും. ഉടനെ ആസ എന്തോ ചെയ്യുന്നറിയോ? ആസ ചെയ്ത് എന്തുവാന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇനി നമുക്ക് വായിക്കാം 11-ാമത്തെ വാക്യം. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഈ ആസ ചെയ്ത എന്താണെന്നറിയാമോ? ഈ കൂശ്യർ യുദ്ധത്തിന് വന്നപ്പം ആസ ഒരു നിലവിളി ദൈവത്തിന്റെ അടുക്ക പോയി നിലവിളിച്ചു. നിലവിളിയുടെ സാരാംശം കേട്ടോണം. യഹോവയെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഈ കഴിയാത്ത കാര്യം അങ്ങോട്ടങ്ങ് ഇട്ടുകൊടുത്തേക്കണം. ഒരാമയും വരുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. മനുഷ്യൻ പരിഹരിക്കുന്നതും ദൈവം പരിഹരിക്കുന്നതും രണ്ടാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ എഴുതിയത്, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരാമയും വരുന്നില്ല. 5 അപ്പത്തിനകത്തുനിന്ന് 5000 വയറും നിറച്ച് 12 കൊട്ടയും തലയിൽ എടുപ്പിക്കാൻ ദൈവത്തിനറിയാവുന്ന. മനസ്സിലായോ? 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 ഒരു സ്റ്റോറേജും ഇല്ലാതെ 40 ലക്ഷം ജനത്തിന് മന്ന പൊഴിപ്പിക്കാൻ ദൈവത്തിന് അറിയാമെന്ന്.
ജീസസ്. ലക്ഷക്കണക്കിന് കാടയെ ഒരു നേരം വായുവിലൂടെ പറത്തി പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ കയ്യെത്തി പിടിക്കാവുന്ന ഷേപ്പിൽ ഇറക്കി നിർത്താൻ ദൈവത്തിന് അറിയാവുന്ന. അടുത്തിരിക്കുന്ന ആൾ തൊട്ട് ഒത്തിരി ടെൻഷൻ അടിക്കാതെ അങ്ങോട്ടും കൊടുക്കാൻ പറ. അണ്ട പുറകിലൊന്നും മിണ്ടുന്നില്ല, എന്നെ നോക്കിയിരിക്കുക. ഇതല്ല നിന്റെ ഒറിജിനൽ സൗന്ദര്യം. ടെൻഷനെല്ലാം അടിച്ച് ഈ കടന്തൽ കുത്തിയോർ ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം, സ്തോത്രം. പൊന്നു മോനെ നല്ല ചിരിയോടൊക്കെ ഒരു സ്തോത്രം പറ. എന്നെ നോക്കി. യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ. ഒരു ദൈവവൈദ്യന്റെ ധൈര്യം എന്നാന്നറിയോ? അവനെ സഹായിക്കാൻ ഒരാളുണ്ടെന്നുള്ളതാണ്. ഈ ചിലരൊക്കെ നമ്മളോട് ചോദിക്കുവേ, നിന്നെ സഹായിക്കാൻ ആരുണ്ട്? ആ ചോദിക്കുന്നത് നിന്നോട് ചോദിക്കാം, നിന്നെ സഹായിക്കാൻ ആരുണ്ട്? നീ എന്നെ ചിരിച്ചു നടക്കുന്നേ. എടാ, ഞങ്ങളുടെ സഹായം വേറെ സ്ഥലത്തുനിന്നാ, അത് നിനക്ക് പിടികിട്ടുകയില്ല. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ആഗ്രഹമുണ്ടോ നിന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ ദൈവത്തിന്റെ സഹായം അനുഭവിച്ച്? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുക, ഏതെങ്കിലും തരത്തിൽ ശത്രു പ്രബലനാകുന്നെന്ന് നിനക്ക് തോന്നിയാൽ നീ ഒരൊറ്റ കരച്ചിൽ കരഞ്ഞോണം. യഹോവേ, ബലവാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നടന്ന ഒന്നും ഞാൻ പറയുന്നില്ല. മുമ്പേ പറഞ്ഞു, വിജയം ആർക്കായിരിക്കും? ദൈവമക്കൾക്കായിരിക്കും. ഉറപ്പാണോ? ആണ്. എന്നാൽ ശത്രു വിജയിച്ച ചരിത്രവും ബൈബിളിലുണ്ട്. അതിന് കാരണം എന്നാന്നറിയോ? ബലം പകരേണ്ടവൻ നിനക്ക് മുമ്പിൽ മുഖം തിരിച്ചു. അപ്പൊ സ്തോത്രം കുറയും. ഒരു ദൈവപൈതന്റെ ഏറ്റവും വലിയ വിജയം എവിടെയാണെന്നറിയോ? ദൈവം അവന് അനുകൂലമാണെന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ ബൈബിളിൽ നിന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കണം. ന്യായാധിപന്മാർ. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ആരാ ക്ഷയിക്കേണ്ടത്? മിദ്യാന്യരാ. പക്ഷെ ഇവിടെ ക്ഷയിച്ചത് ആരാ? കാരണം പറയോ? 6-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതാ പ്രശ്നം. ദൈവത്തിനൊരു പ്രശ്നമുണ്ട്. കാണിച്ച വഴിയെ വരുന്നവന്റെ കൂടെ നടക്കുകയും വഴി വിട്ടവന് എതിരെ നടക്കുകയും ചെയ്യും. പിണങ്ങരുത്. എങ്ങനെയും കൈയൊക്കെ അടിച്ച്, ബ്രദറെ നല്ലൊരു ദൂത് വരട്ടൊന്നും പറഞ്ഞാലൊന്നും നമ്മുടെ വഴി ശരിയായില്ലേ, ദൂത് വരികയില്ല. പിണങ്ങരുത്. ഗൗരവമുള്ള കാര്യമാണ് പറയും. നീ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. നീ ക്ഷയിക്കാൻ കാരണം നിന്റെ കുഴപ്പമാണോ? ആണെങ്കിൽ ഇരു ചെവി അറിയണ്ട, ഇവിടെ ഇരുന്ന് നന്നാകണം. പ്രവചനത്തിലുണ്ട്, നീ വിളിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. നീ നിന്റെ തെറ്റേച്ചു പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ വീണ്ടും നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാം, നീ ജയിച്ചേ പറ്റൂ. ഈ ക്ഷയിക്കുന്ന അവസ്ഥ പൊട്ടണം. അത് പൊട്ടണമെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാകണം. സദൃശ്യവാക്യം 15-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഈ ചിലർക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല, ഇപ്പൊ ഒട്ടും എന്തോ ഇല്ല, ധൈര്യമില്ല. എന്തോ ഇല്ല. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, ധൈര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ലൈവിലുള്ളവരൊന്നും മിണ്ടുന്നില്ല. ഒരു പിണങ്ങിയാണെന്നോ അറിയത്തില്ല. ധൈര്യം
ചെറുക്കൊരു കൊല്ലിയ മിന്നിയ ഭയങ്കര പേടിയാ. ഒരുവന്റെ ധൈര്യം ക്ഷയിച്ചാൽ അവനെ ഒന്നിനും കൊള്ളത്തില്ല. ഈ നമ്മുടെ വിജയം എന്നാ? ധൈര്യം ഉണ്ടെന്നുള്ളതാ. ഒരാമയും വരുന്നില്ല. പണ്ടൊരു തമാശ ഉണ്ടേ. ഒരാള് ഒരു കവലെ വന്ന് നിന്നോണ്ട് കത്തിയൂരി വീശി, ആരുണ്ട് ഇവിടെ? ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ കട്ടപ്പന കാണിച്ചത് ഇവിടെ കാണിക്കും. ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. കത്തി എല്ലാം കഴിഞ്ഞ് പുള്ളി ചായക്കട ചെന്ന് ചായക്കടക്കാൻ ചോദിച്ചു, കട്ടപ്പന എന്തുവാ കാണിച്ച്? ഒരുത്തൻ തല്ലാൻ വന്നപ്പോ ഓടി. നിങ്ങൾ ധൈര്യമില്ല, ധൈര്യമില്ല. ചോദ്യം, ഏതു വലിയ പ്രോബ്ലം വന്നാലും നിനക്ക് ധൈര്യമുണ്ടോ? വേണ്ടുന്നില്ല. ധൈര്യമുണ്ടോ? ഉണ്ടോ? പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതിൽ നിന്ന് പുറത്തു വരുമെന്ന് ധൈര്യമുണ്ടോ? ഈ ധൈര്യം ക്ഷയിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഈ ചിലർക്ക് കണ്ടില്ലയോ ഭയങ്കര ധൈര്യം. ചിലർക്ക് ഭയങ്കര ധൈര്യം, രാത്രി ലൈറ്റ് ഇട്ടാണ്ട് ഉറങ്ങത്തുള്ളൂ. എന്താണ് ധൈര്യം? ലൈസൻസ് തന്നിട്ട് 5 കൊല്ലമായി. ഇന്ന് വരെ കൃപയാൽ അത് പേഴ്സിൽ നിന്നെടുത്ത് ഒരു ഐഡിക്ക് കൊടുക്കാൻ പോലും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞ ഞങ്ങൾ വണ്ടി ഓടിച്ചാൽ ഇടിക്കുമെന്നാ. സത്യമായിട്ട് പറയാം, ഓടിക്കൽ ഇടിക്കും. അത്ര ധൈര്യ. സ്തോത്രം. ഒന്ന് അടുത്തേക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചേ. ചോദിര്. ധൈര്യം ക്ഷയിച്ചു പോയി. എനിക്കിനി ഒന്നും പറ്റത്തില്ല, എന്റെ കഴിഞ്ഞു. നോ. ഈ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നറിയോ? ഷോപ്പിൽ നിന്നല്ല. ദാവീദ് പറയുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. മോശയോട് പറഞ്ഞു, നിന്റെ പിൻഗാമി യോശുവയ, നീ അവന് BTH BDയും MDയും പഠിപ്പിച്ചു പെട്ടെന്ന് റെഡി ആയിക്കോ, സൂചന വിലക്കെന്നല്ല പറഞ്ഞ്. നീ അവനെ ചെന്ന് നന്നായിട്ട് ധൈര്യപ്പെടുത്തിക്കൂ. വാക്തത്ത നാട്ടി കാലുകുത്താൻ BDH MDയും അല്ല വേണ്ടത്. വാക്തത്ത നാട്ടി കാലുകുത്താൻ വേണ്ടത് ധൈര്യമാണ്. മനസ്സിലായി വരുന്നുണ്ടോ? ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, നമുക്ക് ധൈര്യം കുറവാന്ന് ആർക്കറിയാം? ശത്രുവിനറിയാം. എന്തുവാ? ഈ ഗത്യനായ ഗോല്യാത്ത് എന്ന് പറയുന്നൊരു മല്ലൻ നിന്നുകൊണ്ട് ഇങ്ങനെ അലറുക. ഇതിനെ കാണുമ്പോ ഇസ്രായേലിലും കൂടെ പേടിച്ച് ചുരുണ്ട്. തന്നെ പവിഴ നിറമുള്ളൊരു ചെറുക്കൻ ഒരു സഞ്ചിയൊക്കെ തോളയിട്ടോണ്ട് ഇറങ്ങി വരിക, ഒരു കവണെ കല്ലുമൊക്കെ കറക്കി വരിക. അന്നേരം അവൻ ചോദിച്ചു, ഞാൻ എന്നാടാ നായാണോ? അവൻ ജീവിതത്തിൽ ഒരു സത്യമേ പറഞ്ഞുള്ളൂ, അവൻ നായാണ്. കാരണം നായ എറിയേണ്ട സാധനം ഇവൻ്റെ കയ്യിലുള്ളൂ. അവിടെ മിണ്ടുന്നില്ല. എടാ, അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള വാള് ശത്രുവിൻ്റെ തന്നെ കാണും. അവനിങ്ങനെ കല്ലൊക്കെ കറക്കി അങ്ങോട്ട് എന്നപ്പം അവന് മനസ്സിലായി പിടിവിട്ടം. കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും എല്ലാവർക്കും പറ്റും. ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ കാണിച്ചാന്. എന്നെ കാണിക്കാനാ? ഒന്നുമില്ല. എന്നാ ധൈര്യമുണ്ട്. മിണ്ടുന്നില്ല. ഹലോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചതിലോട് പറയാം, ധൈര്യപ്പെടണം. ഈ നെഹമ്യാവ് ഒരിക്കലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒന്ന് വായിക്കണം. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം, സ്തോത്രം, 6-ാം അധ്യായം 9-ാം വാക്യം. ദൂതിലോട്ട് കയറുക. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിന്റെ വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. രണ്ടാമത്തെ കാര്യമാണ്, സ്തോത്രം, ഭയപ്പെടുത്തുവാൻ നോക്കി.
ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ വായിച്ചായിരുന്നോ? ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ പറ? ദുഃഖം. ചിലർക്ക് എല്ലാ ദിവസവും രാവിലെ അങ്ങ് ദുഃഖമാ. ഈ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴേ ഈ സങ്കടകഥയുമായിട്ടാണ്. ബ്രദറെ, മോടെ കല്യാണമായില്ല. ബ്രദറെ CC അടച്ചില്ല. ബ്രദറെ തോളവേന മാറിയിട്ടില്ല. എന്നാൽ ഇതുവരെ കർത്താവ് ചെയ്ത ഒറ്റ കാര്യം ഒരു സാക്ഷി പോലും പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ സങ്കടമായിട്ടിരിക്കുക. ഒരു 90 കാര്യം ചെയ്തിട്ടുണ്ട്, 10 കാര്യം ലേറ്റാക്കി വെച്ചേക്കുക. ആ 10നായി പരാതി. ചിലർ ദുഃഖിക്കാനായിട്ട്, ചിലരൊക്കെ നമ്മളോട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ അനുഭവിക്കാനായിട്ട് അങ്ങ് കണ്ടേക്കുക. അതെവിടാ? സാത്താൻ്റെ പുസ്തകം 6-9 അനുഭവിക്കാനായിട്ട് എന്നെ എന്തുവാ? കൊച്ചിൻ്റെ കല്യാണം നല്ലത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അനുഭവിക്കുവാന്ന്. അനുഭവിക്കുന്ന കാണുന്ന വല്ല സോമാലിയയിലൊക്കെ പോകണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ചെല്ലു പറയും, എനിക്ക് കരച്ചിലേ ഒന്നും ഉള്ളൂ. അത് ആരുടെ കുഴപ്പമാ? നിനക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനടി ജീവിതത്തിൽ ആദ്യമായിട്ട് കോടികൾ വിലയുള്ളൊരു വണ്ടിയെ കയറി. എന്നിട്ട് അവരുടെ കൂടെ കോട്ടയം തൊട്ട് എറണാകുളം വരെ പോവാ. ഞാൻ ഫ്രണ്ട് സീറ്റിലൊക്കെ ഒരു ജാടയോടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടും. നമുക്കില്ലെങ്കിലും വേറൊരാടെ വണ്ടി ഉണ്ടല്ലോ, അതിൽ ഗമയില്ലേ, ആരും മിണ്ടുന്നില്ല. നിങ്ങളൊക്കെ നല്ല വണ്ടി വാങ്ങിക്കട്ടെ, വല്ലപ്പോഴും നമുക്ക് തിരുവനന്തപുരത്ത് ഓടിച്ചോണ്ട് പോകാലോ. എന്താ മിണ്ടാത്തെ? അപ്പൊ ജാടയോട്ടിരിക്കുമ്പോ പുള്ളിയും ഭാര്യയും പുറകിരിക്കുക. പുള്ളിക്കാരത്തി പറഞ്ഞു, പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഈ വണ്ടിയെ ചിരിച്ചോണ്ട് പോയിട്ടില്ല. അയ്യോ പക്ഷേ മുട്ടുവേദനയോ മുട്ടു മാറ്റി വെക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. തലവേദന കൊണ്ട് ഇന്നലെ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു, 1 കോടിയുടെ വണ്ടി ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ വൈക്കത്തി എന്നപ്പോഴേ ഇറങ്ങിപ്പോയി. എന്നോട് പിണങ്ങരുത്. ചിലർ വലിയ വീട് വെച്ചാ വീടിനകത്ത് കയറി എന്ന് പറയും, ലോൺ എങ്ങനെ അടയ്ക്കും? നീ വിറ്റൊരു വാടക വീട്ടിൽ പോ, നിനക്കതേ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇത് എന്നെ കൊണ്ട് വീട്ടാൻ വക ഉണ്ടാകുമെന്ന് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടാകുന്നില്ല. നിന്റെ ധൈര്യം ക്ഷയിപ്പിച്ച് കളഞ്ഞു. പിശാചിനറിയാം, ധൈര്യം ക്ഷയിപ്പിച്ചാൽ നീ പാടിയേച്ച് പോരുന്ന് കരഞ്ഞോളൂ, നീ ഉപവസിച്ചേച്ച് പോരുന്ന് കരഞ്ഞോളൂ. ഒരു ജന്മം ഞങ്ങളൊക്കെ എന്തോ ആകാനാ, ഇങ്ങനൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളൂ. കാര്യം ധൈര്യം പോയി. ധൈര്യം എവിടുന്നാ വരുന്നത്? ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് ധൈര്യം വാങ്ങിക്കണം. നെഹമ്യാവ് പറയുക, അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളുടെ ധൈര്യം ക്ഷയിപ്പിച്ച് കളയുക. ഒന്ന് വായിക്കാവോ? വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നെഹമ്യാവ് പറയുക, അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കി, പക്ഷെ ദൈവമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഭയപ്പെടുത്താൻ നോക്കിയതിനാണ് പണി നിർത്തി വെച്ച് വീട്ടിൽ പോയില്ല. പണി എണ്ണപ്പെട്ട ദിവസത്തിനുള്ളിൽ മതില് പണി പൂർത്തിയായി. ഒരു സൻബല്ലത്തിനെയും പേടിയില്ല, തോബിയാവിനെയും പേടിയില്ല. നിന്നെപ്പോലെ 1000 സൻബല്ലത്തുമാർ എഴുന്നേറ്റാലും തമ്പുരാൻ ഇറക്കിയ പണി പൂർത്തിയാക്കിച്ചിരിക്കും. പോട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇനി ഇയ്യോബിന്റെ പുസ്തകത്തിലാ വായിക്കേണ്ടി. ഇയ്യോബ് പറയാ, എൻ്റെ അന്തരംഗം ക്ഷയിച്ചിരിക്കുന്നെന്നാ. എൻ്റെ അന്തരംഗം എന്താ? പിശാച് കയറി മേഞ്ഞപ്പം അവൻ്റെ ഉള്ളു ക്ഷയിച്ചു പോയി. പക്ഷെ എന്നാലും അവൻ പറയുക, ഞാൻ പറയുന്നത് ഇരുമ്പെടുത്താണ്ടി കൊണ്ട് എഴുതാവോ? എന്നോ എഴുതണം, പാറപ്പുറത്ത് എഴുതണം. ഓടിപ്പോകുന്നവൻ വായിക്കത്തക്ക വലിപ്പത്തിൽ എഴുതണം. എന്തുവാ? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൂത് മുന്നോട്ട് പോകുമ്പോൾ ചിലരോടൊക്കെ ആത്മാവി പ്രവചിക്കാം, നിന്റെ ധൈര്യം ക്ഷയിപ്പിക്കാൻ, നിന്റെ ഹൃദയത്തെ ക്ഷയിപ്പിക്കാൻ, നിന്റെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ഒരു വശത്ത് ശത്രു ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നീ ക്ഷയിക്കരുത്. ഓ ഹല്ലേലൂയ.
ഇന്ന് ഇവിടുന്ന് പോകുമ്പം അമ്മി 1 കോടിയുടെ ചെക്ക് തന്നു വിടാൻ എൻ്റെ കയ്യില്ല, പക്ഷെ ധൈര്യം പകരുക. നിനക്ക് ധൈര്യം പകരുക ഇന്ന്. ഓ, യേശുവിന്റെ നാമത്തില് നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ ധൈര്യത്തോടെ ദാവീദ് പറയാ, എന്റെ ദൈവത്തിന് ഇഷ്ടം എന്താണെന്നറിയാമോ? ശത്രുക്കളുടെ മുമ്പിൽ തന്നെ വിരുന്നൊരുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മിദ്യാൻ ഇസ്രായേലിനെ അങ്ങ് ക്ഷയിപ്പിച്ചു. ന്യായാധിപന്മാർ 6:6. സ്തോത്രം. ഒന്ന് വായിക്കും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. പക്ഷേ എന്നും അങ്ങനെ ക്ഷയിക്കത്തില്ല. ഈ തമ്പുരാൻ അന്നേരം നോക്കുക, ഏതെങ്കിലും ഒരുത്തനുണ്ടോ? നിങ്ങൾക്കറിയോ, ഈ ദാവീദ് ജയിക്കാൻ കാരണം ബൈബിളിലുണ്ട്. ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരാം. അത് ഇച്ചിരൂടെ ഒന്ന് അടുക്ക് വെച്ചിട്ട് വേണം വരാൻ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ഇന്നും നീ ഇച്ചിരി സമയമെടുത്ത് പ്രാർത്ഥിക്കണം. നിന്നെ ക്ഷയിപ്പിക്കുന്ന തലം ഇന്ന് പൊട്ടണം. നിന്റെ സന്തതി ക്ഷയിക്കരുത്. നിന്റെ മിനിസ്ട്രി ക്ഷയിച്ചു പോകും. ഞങ്ങൾ ശുശ്രൂഷകരാ, ഞങ്ങളോടൊന്ന് ചോദിക്കണം. ചർച്ചുകളെ ക്ഷയിപ്പിക്കാൻ, ശുശ്രൂഷയെ ക്ഷയിപ്പിക്കാൻ എത്രയോ കഴുകന്മാർ എഴുന്നേറ്റു. എൻ്റെ ഒരു സ്വഭാവം പറയാം, എനിക്ക് എതിർക്കുന്ന കഴുകന്മാരെ മിണ്ടുന്നില്ല. ഒരു കഴുകനും ജയിച്ചിട്ടില്ല. ജയം എനിക്ക് തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പാ. ഒരാമയും വരുന്നില്ല. നിന്റെ മിനിസ്ട്രിയെ സൃഷ്ടിപ്പിച്ച് നിന്റെ ബലത്തെ കെടുത്തി നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ നോക്കുമ്പോ പറയണം, അല്ല, എനിക്ക് ബലം തരുന്നവൻ ദൈവമാണ്. ചെറുടെ ഗൗരവമായിട്ട് നമുക്ക് വരാം. ഈ ദൈവത്തിനൊരാളെ വേണമെന്ന് ആഗ്രഹമുള്ളപ്പം ദൈവം ഇങ്ങനെ നോക്കും. ഈ ചിലരൊക്കെ പറയും, എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഏലിശായുടെ അഭിഷേകം, പക്ഷെ യോഗത്തിൽ ഇരുന്നോണ്ട് ഇങ്ങനെ നിനക്ക് ആയുസ്. ഈ കർത്താവിനൊരാളെ വേണം കേട്ടോ. ഇസ്രായേലിന് ഒരു രാജാവിനെ വേണം. അപ്പോൾ കർത്താവ് ഇങ്ങനെ തപ്പി നടക്കുക. അന്നേരം കാട്ടില് സിംഹത്തോട് മല്ലിടുന്നൊരു ചെറുക്കൻ കിട്ടിയോ? ഇവനെ കൊള്ളാം. ചിലരുടെ പ്രയറും ആ ആത്മാർത്ഥതയും ആ ഒരു നിയോഗം കാണുമ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവനെ കൊള്ളാം. ഈ ഏലിയ ഒരിക്കൽ വയ്യാന്ന് പറഞ്ഞു കേട്ടോ. മുമ്പേ ഞാൻ പറഞ്ഞ ഭാവ തിരിച്ചു വരുക. വയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ കർത്താവിന് ഈ വയ്യാന്ന് പറഞ്ഞവനെ പിന്നെയും ഒത്തിരി അടിച്ചു പഠിപ്പിക്കുന്ന പരിപാടിയില്ല. കർത്താവ് അന്നേരം പോലെ ഒരാളെ നോക്കി തുടങ്ങുക. നോക്കിയിട്ട് ഒരുത്തനെയും കാണുന്നില്ല, വലത്തു കിടത്ത് നിൽക്കുന്നവനെ ഒന്നും കാണുന്നില്ല. അവസാനം പുള്ളി നോക്കിയപ്പോൾ ഒരു കാളെ ഒരുത്തൻ പൂട്ടുക. ദൈവത്തിന് സ്തോത്രം. അവനിങ്ങനെ 11 കാളയെ പൂട്ടി 12ാമത്തെ കാളയുടെ മരമടിമേൽ കയറി നിന്നോണ്ട് നയിക്കുന്നതിനാണ് ദൈവത്തിന് മനസ്സിലായി, ഇവനെ കൊള്ളാൻ പുതപ്പിടാൻ. പിടികിട്ടിയോ? പിടികിട്ടിയോ? നിന്റെ വീട്ടിലെ ആത്മാർത്ഥത, ചർച്ചിലെ ആത്മാർത്ഥത. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ ചെന്ന, UK പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സ്തോത്രം ഉള്ള കൊയറിലെ പിള്ളേരൊക്കെ ഭയങ്കര സ്തോത്രം നിങ്ങളെപ്പോലല്ല, വല്ല മിഡിയും ടോപ്പും ഒക്കെ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കോട്ടും ഒക്കെ ഇട്ട് വർഷിപ്പ് ചെയ്യുക. ഭയങ്കര ആരാധനയാണ്. ആരാധന കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡുണ്ട്. ഒരു 10-80 പേരേ ഉള്ളു യോഗത്തിൽ. എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ മണ്ടക്കോട്ട് വേറൊരു കോട്ട്, ഈ കോട്ടെല്ലാം ഊരിട്ട് വേറൊരു കോട്ട് എടുത്തിട്ടുണ്ട്. സ്തോത്രം. എല്ലാവർക്കും ഫുഡ് വിളമ്പിട്ട് വേസ്റ്റ് എല്ലാം വാരി വലിയ ബാഗിനകത്താക്കി നേരെ അവരുടെ വണ്ടിയെ കൊണ്ട് കയറ്റി ബാത്റൂമെല്ലാം അടിച്ച് കഴുകി എല്ലാം ക്ലീൻ ചെയ്യുക. ഞാനതൊരു കൊച്ചിനെ വിളിച്ച് ചോദിച്ചു, മോളെ ഹസ്ബൻഡ് എന്തുവാ ചെയ്യുന്നത്? പുള്ളി ബിസിനസ്സാണ്, പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, പുള്ളി ലണ്ടനിൽ പോയേക്കുവാ.
മോക്കെന്തുവാ ജോലി? അവൻ പറഞ്ഞു ഇന്ന ജോലിയാ. എന്തോ ശമ്പളമുണ്ട്? അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല, പക്ഷെ ഞാനങ്ങ് ചോദിക്കും എന്തോ ശമ്പളമുണ്ട്. അപ്പോൾ പറഞ്ഞു പാസ്റ്റങ്ങളെ ഇന്ത്യയിൽ ഒരു 24 ലക്ഷം രൂപ ശമ്പളമുണ്ട്. വളരെ മിണ്ടുന്നില്ല, പക്ഷെ ബാത്റൂം കഴുകുക നിന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം UK ചെന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ കൊച്ചെന്തെന്ന് ചോദിച്ചപ്പോൾ അവർ കുടുംബമായിട്ട് അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ല. ആത്മാർത്ഥതയാ. നീ എവിടെ ചെയ്താലും അത് മേളിയിരിക്കുന്നവൻ കാണുന്നുണ്ട്. കൂടെ നിന്ന് അപ്പക്കൊട്ട കൈമാറിയ തോമസ് പറഞ്ഞു, ഒരാൾ പറഞ്ഞു നീ ഇല്ലാച്ചപ്പോൾ കർത്താവ് വന്നെന്ന്. അന്നേരം പറഞ്ഞു ഞാൻ വിശ്വസിക്കാല്ല, ആണിപ്പഴുതിനകത്ത് വിരലിട്ടിട്ടല്ലാതെ. അടുത്ത പ്രാവശ്യം യേശു വന്നു, തോമസ് മുമ്പോട്ട് വാ, എന്നാ ആ വിരളിങ് കൊണ്ടുവാ. കണ്ട മിണ്ടുന്നില്ല. നിന്റെ വീട്ടിൽ പറയുന്ന കഥ വരെ തമ്പുരാന്റെ ബുക്കിലുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം. ഈ ആ വാക്യം പറഞ്ഞു ആർക്കും അറിയത്തില്ലയോ? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം. അങ്ങനെയാണെ ഒറ്റ നുണയന്മാർ സ്വർഗത്തിൽ പോവോ? പറ. അന്നേരം എന്നെ സൈലന്റ് ആയി. മുമ്പേ ഭയങ്കര ഒറ്റ നുണയന്മാർ സ്വർഗത്തിൽ പോവോ? പോത്തില്ല. കടങ്ങരുത്, വലിയ ദൂതിലോട്ട്. ഞാൻ പറഞ്ഞ ആദ്യം ഇച്ചിരി വേദനിപ്പിക്കുമെന്ന് പറഞ്ഞു, ഇനി ദൂതിലോട്ട് വരിക. ചോദ്യം, ദൈവം നിന്റെ ആത്മാർത്ഥത കാണുക. ആത്മാർത്ഥത. രാത്രി മുഴുവൻ മീൻ പിടിച്ചേച്ച് വല ചുറ്റിക്കെട്ടുന്നവന്റെ പടക് തേടി പോകാൻ കാരണം എന്താ? അവന്റെ ആത്മാർത്ഥത. മുക്കുവന്മാരെ തിരഞ്ഞെടുക്കാൻ കാരണം എന്നാ? ഇവന്മാരെ കൊള്ളാം, ഇവർക്ക് രാത്രിയും പകലുമില്ല, വലയെറിയുന്നവരാ. പിടികിട്ടിയോ? എനിക്ക് 8 കഴിഞ്ഞേ ഉണരാൻ പറ്റൂ. 9:15 ഞാൻ കട്ടിലേ ഇരുന്ന് കാപ്പി കുടിക്കും. 10:30 ആവുമ്പോൾ അമ്മ കൊണ്ട് പുട്ടും കടലയും തന്നാ ഞാൻ കഴിക്കും. അവിടെ മിണ്ടുന്നില്ല. പിന്നെ നിന്നെ കടല കഴിപ്പിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അവൻ ചൊവ്വേ നിന്നെ കടല ഞാൻ കഴിപ്പിച്ചോളൂ. പിണങ്ങരുത്. ആത്മാർത്ഥത. ബൈബിളിക സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവിടെ വില മുത്തിനുമേറും. അവൾ നന്നാ രാവിലെ എഴുന്നേക്കും, വേലക്കാർക്ക് തന്റെ ഓഹരി കൊടുക്കും. അവളെ വിളക്ക് രാത്രി കെടുകാല. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെക്കും, അത് എഴുതി വായിക്കും. അവൾ കൈനേട്ടം കൊണ്ട് മുന്തിരിത്തോട്ടം വായിച്ചിട്ടില്ലേ? സദൃശ്യം 31 വീട്ടിൽ ചെന്ന് വായിക്കണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഉത്സാഹമാ വിജയത്തിന്റെ രഹസ്യം. കണ്ടുപിട്ടുന്നില്ല. ഉത്സാഹമാ വിജയത്തിന്റെ രഹസ്യം. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു ഉത്സാഹം എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു. രാവിലെ 9:00 എഴുന്നേക്കുന്ന ഭയങ്കര ഉത്സാഹമാണ്. സ്തോത്രം. ഞാനൊരു വീട്ടിലൊരു ദിവസം ചെന്നപ്പം ആ വീട്ടിലെ മരുമകൾ മേളത്തെ നിലയിൽ ഇങ്ങനെ ഒടിയാത്ത കൊമ്പുമായിട്ടൊക്കെ ഇറങ്ങി വരിക. എന്തുവാ ഒടിയാത്ത കൊമ്പ്? പോട്ടെ. അപ്പൊ ഇറങ്ങി വരുമ്പം ഞാൻ ചോദിച്ചു, ഇന്നലെ എവിടെയും പോയായിരുന്നു? അല്ല, ഗെയിം കളി. എപ്പോ വരെ? 6:30 വരെ. ഇപ്പൊ എത്രയായി? ഉച്ചയ്ക്ക് 12:30. കൊള്ളാം, നീ പ്രയോജനപ്പെടും. ഏലീശായുടെ അഭിഷേകം തന്നെ നിനക്ക് തന്നിട്ടേ വേറെ ആർക്കേലും. കിട്ടിയില്ലെന്ന് പറഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോൾ കരഞ്ഞോണ്ട് വരരുത്, പിണങ്ങരുത്, ദൂതിലോട്ട് വരിക. രാത്രിയെ പകലാക്കുന്ന അമ്മമാരുണ്ട്. അവരെ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? ആത്മാർത്ഥത, ആത്മാർത്ഥത, ദൈവത്തോടുള്ള പ്രതിബദ്ധത എന്തുമാത്രം നിന്റെ അകത്തുണ്ട്. ദൈവം നോക്കുക. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ടേ. ഈ ചിലപ്പം ജനം ദൈവത്തിൽ നിന്നൊക്കെ അകന്നാലും ഈ കർത്താവ് ഈ അകലുന്നവനെ അങ്ങ് കളയത്തില്ല. നമ്മളാണ് നമ്മളെക്കുറിച്ച് വല്ലതും പറഞ്ഞു, ഇനി മേലെ നീ സഭയെ കയറിയേക്കല്ലേ എന്നൊക്കെ നമ്മളാ പറയുന്നത്. കർത്താവ് അങ്ങനെയൊന്നും വല്ല വിട്ടേച്ച് പോയാലും പുറകെ ചെല്ലും. വേണ്ട, പത്രോസ് വിട്ടേച്ച് പോയാൽ പുറകെ പോയി ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോടാ? പറഞ്ഞു ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു.
വല വീശാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വല നിറഞ്ഞു. ഇപ്പൊ പിടിച്ച കൊണ്ടുപോവാ ഫിഷ് ബാർബിക്ക് കൊടുത്തേക്ക് ചോദിച്ചു, ഇവയിലധികമായി നീ എന്നെ ലവ് ചെയ്യുന്നു? വിട്ടേച്ച് പോയതിന്റെ പറയാ. പിടികിട്ടിയോ? എന്റെ ദൈവത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് നിന്നെ കൊള്ളാമെന്ന് കണ്ടാൽ നിന്റെ പുറകെ നടക്കും കർത്താവ്. നീ പോകുന്നിടത്തോ നിന്റെ കാരണം നിന്നെ കൊള്ളാം. മണവും ഗുണവും ഇല്ലാത്തവനെ കൊള്ളുകയല്ല, നിന്നെ കൊള്ളാം, പാടാൻ കൊള്ളാം. ദൈവം തപ്പി നടക്കോരാ. ഈ ക്ഷയിച്ച ജനത്തെ ഉദ്ധരിക്കണം. ഞങ്ങളുടെയൊക്കെ വീട് സത്യത്തിൽ ഇങ്ങനെ തകർന്നു കിടക്കുമ്പോഴാണ് എന്നെ തേടി കർത്താവ് വന്നേ. അങ്ങനെ എൻ്റെ വീട് രക്ഷപ്പെടുത്തിയേ. നിങ്ങളെയൊക്കെ അങ്ങനെ വന്ന് തപ്പിയെടുത്തതാ. പക്ഷെ നിനക്കൊരു ഇച്ചിരി പൈസയും ഇച്ചിരി കിട്ടിയപ്പോഴത്തേക്കും നീ വലിയ രാജാവായിട്ട് ഇപ്പം നീ ഭരിക്കുന്ന സഭ. അച്ഛൻ അവിടെ ഇരി, സങ്കീർത്തനം അച്ഛൻ വായിര. മൊത്തത്തിൽ പോയി. അനുഗ്രഹം കിട്ടുന്തോറും അങ്ങ് താണോണം. അതാണ് വിജയത്തിന്റെ രഹസ്യം. ചെറുകൂടെ ഗഹനമായി വരട്ടെ കർത്താവ്. ഇന്ന് വലിയ കാര്യം ഇവിടെ നടക്കാൻ പോവാ. അപ്പൊ ദൈവം ഇങ്ങനെ തപ്പി നടക്ക. അപ്പൊ ചോദ്യം, ദൈവം തപ്പി എവിടെ വരും? ആത്മാർത്ഥത ഉള്ളവനാണ് നീ ഇരിക്കുന്നിടത്ത് ദൈവം വരും. ഇവനാണ് എല്ലാവരുടെയും വിളവ് മിദ്യാൻ കൊണ്ടുപോയപ്പോ ഗിദെയോൻ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. വലിയ പ്രസിദ്ധനൊന്നും അല്ല പുള്ളി. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇറങ്ങി കൊയ്ത ചെന്നറിയാം. മെതിക്കളത്തിൽ കൊണ്ടുപോയില്ല, നേരെ ചുമന്ന് മുന്തിരിച്ചക്കിനടുക്ക കൊണ്ടിട്ടു. മുന്തിരിങ്ങയുടെ കാലമല്ലാത്ത അവിടെ ആരും വരികയല്ല. എന്നിട്ട് രാത്രി ഇങ്ങനെ, നിങ്ങൾക്കറിയോ, ആരും കാണാതെ വല്ലോം ചെയ്യുമ്പം ചുമ്മാ ഒരു പ്ലേറ്റ് താഴെ വീണാൽ മതി. രാത്രി ആരും അറിയാതെ അടുക്കളയിൽ പോയി ചോറ് കഴിക്കുവാന്നേൽ ആ ഗ്ലാസ് താഴെ വീണാൽ എന്തോ ഒരു ബഹളമായിരിക്കും. ഇതുപോലെ ഇവനിങ്ങനെ മെതിച്ചോണ്ടിരിക്കുമ്പോ ഒരു വിളി, അല്ലയോ പരാക്രമശാലിയേ. എവിടെ ഇരുന്നോണ്ടാന്ന് പറയാോ? അവനിരുന്നൊരു മരമുണ്ട്. അതൊക്കെ ഞാൻ മറന്നു. കരിവേലകത്തിന്റെ കീഴിലിരിക്കുക ആര്? ദൂതൻ, ദൈവം. അവൻ അപ്പുറത്തിരുന്ന് ഇങ്ങനെ മെതിക്കുക. ഭാര്യ പറഞ്ഞു കൊള്ളുകയല്ല, നാട്ടുകാർ പറഞ്ഞു ഗതിയും കൊള്ളുകയല്ല. പക്ഷെ ദൈവം പറയും, അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. നീ മിദ്യാനെ ഒറ്റ മനുഷ്യനെ പോലെ ജയിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനാ നീ ബലപ്പെടുന്നതെന്ന് പറയാൻ പോവാ. ബലപ്പെടുന്ന എങ്ങനാന്ന് പറയാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട്, ഇന്നും നിന്നെ ബലപ്പെടുത്തിയാച്ച ഇവിടുന്ന് വിടത്തും. എത്ര പേരാമയും പറയും? ഇവിടെ ഇരിക്കും. നീ ഇന്ന് പകൽ ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഇവിടുന്ന് പോകാൻ. നിങ്ങൾക്കറിയോ, ഈ ദൈവം ബലം പകർന്ന ജനം ഇങ്ങോട്ട് വരുമ്പോഴേ, ഈ ബിലയാമെന്ന് പറയുന്ന പ്രവാചകൻ ബാരാക്ക് എന്ന് പറഞ്ഞ രാജാവിന്റെ മുമ്പിൽ നിന്നോട് പറയുക, രാജാവേ ദൈവത്തിന് സ്തോത്രം, ഇതാ ദൈവത്തിന് സ്തോത്രം, ദൈവം ഒരു ജനത്തെ കൊണ്ടുവരുന്നു. അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ആ വിചാരം ഫലിക്കത്തില്ല അവന്. കാരണം ഇത് ദൈവം ബലം പകർന്ന്